പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് അതിന്റെ 5ാമത്തെ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അപ്പോ നമ്മൾ ഇതുവരെ പറഞ്ഞിരുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ 4 ഉപയോഗങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ 4 ഉപയോഗങ്ങളിൽ 1ാമത്തെ ഉപയോഗം ഒരു പ്രത്യേക ഇടവേള എടുത്തുകൊണ്ട് പതിവായി ചെയ്യുന്ന കാര്യങ്ങളെ പറയാൻ വേണ്ടിയിട്ട്, 2ാമത്തെ കാര്യം ഒരിക്കലും മാറാത്ത കാര്യങ്ങളെ പറയാൻ വേണ്ടിയിട്ട്, 3ാമത്തെ കാര്യം നമ്മുടെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടങ്ങളെ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട്, 4ാമത്തെ കാര്യം ഒരു സമയക്രമത്തെ പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ 4 ഉപയോഗങ്ങളാണ് പ്രധാനമായിട്ടും സിമ്പിൾ പ്രസന്റ് ടെൻസിന് ഉണ്ടാവുക എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. ഇനി ഈ ക്ലാസ്സിൽ നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ഒരു സെന്റൻസ് എഴുതുമ്പോൾ ആ സെന്റൻസിന്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഒരു വാചകം എഴുതുമ്പോൾ ആ വാചകത്തിന്റെ ഘടന ഏതു രൂപത്തിലായിരിക്കും എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇംഗ്ലീഷിലെ ഏതൊരു വാചകം എഴുതുന്നത് പോലെ തന്നെയാണ് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ വാചകം എഴുതേണ്ടത്. പക്ഷെ എഴുതുമ്പോൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് മാത്രമാണ്. 1ാമത്തെ കാര്യം, നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്ന വെർബ് എപ്പോഴും വെർബിന്റെ ഫസ്റ്റ് ഫോം ആയിരിക്കണം. 1ാമത്തെ കാര്യം, നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് എപ്പോഴും വെർബിന്റെ ഫസ്റ്റ് ഫോം ആയിരിക്കണം. ഇനി സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കിനനുസരിച്ച് 2ാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കിനനുസരിച്ച് വെർബിൽ ചെറിയ ഒരു മാറ്റം വരും. ആ മാറ്റത്തെ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഹി, ഷീ, ഇറ്റ് എന്നീ വാക്കുകളാണ് എങ്കിൽ സബ്ജക്റ്റ് അവൻ ചെയ്തു, ഹി എന്ന് പറഞ്ഞാൽ, ഷീ അവൾ ചെയ്തു എന്നായിരിക്കും. അപ്പം പിന്നെ ഇറ്റ് എന്ന് പറഞ്ഞാൽ അത് ചെയ്തു, ആ വസ്തു ചെയ്തു, അല്ലെങ്കിൽ ജീവനല്ലാത്ത ഒരു കാര്യം കൊണ്ട് ചെയ്തു എന്നതായിരിക്കും. അപ്പം ഈ വസ്തുക്കളൊക്കെയാണ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് എങ്കിൽ അതിനുശേഷം വരുന്ന വെർബിന്റെ ഫസ്റ്റ് ഫോമാണ് നമ്മൾ ഉപയോഗിക്കുക. ആ വെർബിന് ശേഷം ഒരു എസ് എന്നുള്ള ഒരു അക്ഷരം കൂടി ഏറെ ചേർക്കേണ്ടി വരും എന്നുള്ളതാണ്. എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഹി, ഷീ, ഇറ്റ് എന്നീ സിംഗുലാർ ആയിട്ടുള്ള സബ്ജക്റ്റുകളെയാണെങ്കിൽ, അതല്ലെങ്കിൽ സബ്ജക്റ്റ് ആയിട്ട് ഏതെങ്കിലും ഒരാളുടെ പേരാണ് ഉപയോഗിക്കണമെങ്കിൽ, അതായത് സിംഗുലാർ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് വരുന്നത് എങ്കിൽ അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് എന്ന് പറയുന്നത് വെർബിന്റെ ഫസ്റ്റ് ഫോമിന്റെ കൂടെ ഒരു എസ് ചേർത്ത രൂപത്തിൽ ആയിരിക്കണം എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി ഉദാഹരണങ്ങൾ കൂടി പറയുമ്പോൾ കൂടുതൽ വ്യക്തത നമുക്ക് ലഭ്യമാകും. ഇനി സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് ഐ, ഞാൻ, യു അല്ലെങ്കിൽ നീ ചെയ്തു എന്നുള്ളതാണെങ്കിൽ, ദേ അവർ ചെയ്തു, വി നമ്മൾ ചെയ്തു എന്നൊക്കെയുള്ള പ്ലൂറൽ ഫോമുകളാണ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് എങ്കിൽ അതിനുശേഷം വരുന്ന വെർബിൽ നമ്മൾ പ്രത്യേകിച്ച് ഒരു മാറ്റവും വരുത്തേണ്ടതില്ല. അപ്പോ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഒരു വാചകം എഴുതുമ്പോൾ 2 കാര്യങ്ങളെയാണ് ശ്രദ്ധിക്കേണ്ടത്. 1ാമത്തെ കാര്യം, നമ്മൾ എഴുതുന്ന വെർബ് എന്ന് പറയുന്നത് എപ്പോഴും വെർബിന്റെ ഫസ്റ്റ് ഫോം ആയിരിക്കണം. ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് എന്ന് പറയുന്നത് വെർബിന്റെ ഫസ്റ്റ് ഫോം ആയിരിക്കണം. സബ്ജക്റ്റ് കാര്യം, സബ്ജക്റ്റ് ആയിട്ട് വരുന്ന വാചകം പ്ലൂറലിനെ സൂചിപ്പിക്കുന്ന അർത്ഥമുള്ളതാണെങ്കിൽ ഐ, യു, ദേ, വി, അതായത് ഞാൻ, നീ, അവർ, നമ്മൾ എന്നിങ്ങനെയുള്ള പ്ലൂറലിനെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ് എങ്കിൽ, അല്ലെങ്കിൽ ഒന്നിലധികം ആളുകൾ ചെയ്തു, രാജുവും രാമുവും ചെയ്തു, അല്ലെങ്കിൽ രാധയും രാമുവും ചെയ്തു എന്നൊക്കെയുള്ള ഒന്നിലധികം ആളുകൾ ചെയ്തതായിട്ട് പറയുന്ന കാര്യങ്ങളാണ് എങ്കിൽ വെർബിലേക്ക് നമ്മൾ ഒന്നും ചേർക്കേണ്ടതില്ല. എന്നാൽ സിംഗുലാർ ആണ് എങ്കിൽ ഹി അവൻ ചെയ്തു, ഷീ അവൾ ചെയ്തു, ഇറ്റ് അത് ചെയ്തു എന്നൊക്കെയുള്ള സബ്ജക്റ്റുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ രാമു ചെയ്തു, രാജു ചെയ്തു എന്നൊക്കെയുള്ള സിംഗുലാർ ആയിട്ടുള്ള വാക്കുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്കിൽ അതിനുശേഷം വരുന്ന വെർബിലേക്ക് നമ്മൾ ഒരു എസ് ചേർത്ത് കൊടുക്കണം എന്നുള്ളതാണ്. അതായത് 2 കാര്യങ്ങൾ, സബ്ജക്റ്റ് സിംഗുലാർ ആണെങ്കിൽ വെർബിൽ എസ് ചേർക്കണം, സബ്ജക്റ്റ് സിംഗുലാർ അല്ല പ്ലൂറൽ ആണ് എങ്കിൽ വെർബിൽ ഒന്നും ചേർക്കേണ്ടതില്ല എന്നുകൂടിയാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് എന്നാണ് നമ്മൾ പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ടത്. ഇപ്പോ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഒരു വാചകം രൂപീകരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി ഒരു ഉദാഹരണ സഹിതം അതിനെ വിവരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തത ലഭ്യമാകും. ഒരു ഉദാഹരണത്തിന് നമ്മൾ പതിവായി ചെയ്യുന്ന ഒരു കാര്യത്തെ നമ്മൾക്കൊരു ഉദാഹരണമായിട്ട് എടുക്കാമല്ലോ. സിമ്പിൾ വരുമല്ലോ. അവൻ എല്ലാ ദിവസവും ക്രിക്കറ്റ് കളിക്കാറുണ്ട് എന്നാണ് നമ്മൾ ഒരു ഉദാഹരണമായിട്ട് എടുക്കുന്നത്. അതൊരു സിമ്പിൾ പ്രസന്റിന്റെ അർത്ഥം ലഭ്യമാവുന്ന വാക്കാണ്.
അതായത് പതിവായി ചെയ്യുന്ന കാര്യമാണല്ലോ. അവൻ എല്ലാ ദിവസവും ക്രിക്കറ്റ് കളിക്കാറുണ്ട് എന്നുള്ളത്. അപ്പോ ഇതിലേക്ക് നോക്കുമ്പോൾ ഇതിന് നമുക്കൊന്ന് ഇംഗ്ലീഷിലേക്ക് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ ആ ഇംഗ്ലീഷിലേക്ക് മാറ്റുന്നതോടൊപ്പം തന്നെ അതിന്റെ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആയതുകൊണ്ട് അതിൽ ചേർക്കേണ്ട കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി നമുക്ക് പറയാം. അപ്പോ ആദ്യമായിട്ട് ഒരു വാചകത്തെ ഇംഗ്ലീഷിലേക്ക് മാറ്റുമ്പോൾ എന്ത് ശ്രദ്ധിക്കണമെന്ന് മുൻപത്തെ രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മലയാളത്തിൽ എഴുതുന്നത് പോലെയല്ല ഇംഗ്ലീഷിൽ എഴുതുക. അതിന്റെ സെന്റൻസ് സ്ട്രക്ചർ തന്നെ വ്യത്യസ്തമായിരിക്കും. ആദ്യമായിട്ട് നമ്മൾ ആര് ചെയ്തു എന്നാണ് എഴുതുക, അല്ലെ? ആര് ചെയ്തു? അവൻ എല്ലാ ദിവസവും ക്രിക്കറ്റ് കളിക്കാറുണ്ട് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ ആരാണ് ചെയ്യുന്നയാള്? അവൻ. അപ്പൊ അതിനു വേണ്ടി നമുക്ക് എന്ത് കൊടുക്കാം? ആദ്യമായിട്ട് ഹി എന്ന വാക്ക് കൊടുക്കാം. ഓക്കെ. ഇംഗ്ലീഷിൽ ഒരു വാചകം തയ്യാറാക്കുമ്പോൾ ആദ്യം ആര് ചെയ്തു എന്നാണ് പറയേണ്ടത്, രണ്ടാമത് എന്ത് ചെയ്തു എന്നാണ് പറയേണ്ടത്, മൂന്നാമത് എന്തിനെ ചെയ്തു എന്നാണ് പറയേണ്ടത്, നാലാമതായിട്ട് എപ്പോൾ ചെയ്തു എന്നാണ് പറയേണ്ടത്. അപ്പൊ ആര് ചെയ്തു എന്നുള്ളത് ഹി എന്ന് നമുക്ക് കൊടുക്കാം. രണ്ടാമതായിട്ട് നമ്മൾ പറയേണ്ടത് എന്ത് ചെയ്യുന്നു എന്നാണ്. അപ്പം അയാൾ ക്രിക്കറ്റ് കളിക്കുകയാണല്ലോ, അപ്പൊ കളിക്കുന്നു എന്നാണ് വേണ്ടത്. അപ്പൊ കളിക്കുന്നു എന്നുള്ള വാക്കിന് പ്ലേ എന്നാണ്, അല്ലെ? അപ്പൊ നമ്മൾ ഇവിടെ സിമ്പിൾ പ്രസന്റിലാണ് എഴുതുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ പ്ലേ എന്ന് പറയുമ്പോൾ വെർബിന്റെ ഫസ്റ്റ് ഫോം തന്നെയാണ്. ആ വെർബിന്റെ ഫസ്റ്റ് ഫോമിനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പൊ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു. അതായത് വെർബിന്റെ ഫസ്റ്റ് ഫോമിനെ നമ്മൾ ഉപയോഗിച്ചു. ഇനി മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സബ്ജക്റ്റ് സിംഗുലാർ ആണെങ്കിൽ വെർബിൽ ഒരു എസ് ചേർക്കണം എന്ന കാര്യം. ഇവിടെ അവൻ എല്ലാ ദിവസവും ക്രിക്കറ്റ് കളിക്കാറുണ്ട് എന്നാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അവൻ എന്ന വാക്ക് അത് ഒരാൾ മാത്രമാണ്. അപ്പൊ സബ്ജക്റ്റ് എന്താണ്? സിംഗുലാർ ആണ്. അപ്പൊ സിംഗുലാർ ആയ സബ്ജക്റ്റ് വന്നപ്പോൾ, സിംഗുലാർ എന്ന് പറഞ്ഞാൽ ഏകവചനമാണ്, ഒരാൾ മാത്രം ചെയ്യുന്ന കാര്യമാണ്. അപ്പോ സബ്ജക്റ്റ് സിംഗുലാർ ആയതുകൊണ്ട് അതിന് ശേഷം വരുന്ന വെർബിൽ നമ്മൾ എസ് കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? ഹി പ്ലേസ്. പ്ലേ എന്ന് എഴുതിയതിനു ശേഷം ഒരു എസ് ചേർത്തിട്ട് ഹി പ്ലേസ് എന്ന് എഴുതി കൊടുക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു വാചകം രൂപീകരിക്കുമ്പോൾ പിന്നെ ആദ്യം എഴുതേണ്ടത് ആര് ചെയ്തു എന്നാണ്, രണ്ടാമത് എഴുതേണ്ടത് എന്ത് ചെയ്യുന്നു എന്നാണ്. ആ രണ്ട് കാര്യങ്ങൾ നമ്മൾ എഴുതി. ഇത്തരം കാര്യങ്ങൾ, ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ അതിൽ ചെറിയ മാറ്റങ്ങളെ കുറിച്ച് മാത്രമേ സിമ്പിൾ പ്രസന്റ് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും ഉള്ളൂ. ഇനി ഇംഗ്ലീഷ് ഭാഷയിൽ മറ്റു ഒരു വാക്ക് എഴുതുമ്പോൾ മൂന്നാമതായിട്ട് നമ്മൾ എഴുതേണ്ടത് എന്താണ്? എന്തിനെ ചെയ്യുന്നു എന്നാണ്. അപ്പം ആര് ചെയ്തു എന്ന് വെച്ചപ്പോ ഹി, അവൻ ചെയ്തു. എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ക്രിക്കറ്റ് കളിക്കുന്നു എന്നാണ്. എന്തിനെ കളിക്കുന്നു? ക്രിക്കറ്റ്. അപ്പം ഹി ക്രിക്കറ്റിനെ കളിക്കുന്നു എന്നാണല്ലോ. അപ്പം ഹി പ്ലേസ് ക്രിക്കറ്റ് എന്ന് എഴുതി കൊടുക്കണം. മൂന്നാമതായിട്ട് നമ്മൾ എഴുതേണ്ടത് എപ്പോൾ ചെയ്യുന്നു എന്നാണ്. എല്ലാ ദിവസവും കളിക്കുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോ ഹി പ്ലേസ് ക്രിക്കറ്റ് എവറി ഡേ എന്ന വാക്കുകൂടി ചേർത്ത് കൊടുക്കുക. അപ്പോ ഇംഗ്ലീഷ് ഭാഷയിലെ ആ വാചകം അവിടെ പൂർത്തിയായി. ഹി പ്ലേസ് ക്രിക്കറ്റ് എവറി ഡേ. അവൻ എല്ലാ ദിവസവും ക്രിക്കറ്റ് കളിക്കാറുണ്ട് എന്നർത്ഥം വരും. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആര് എന്ന ചോദ്യത്തിന് ഹി എന്ന് കൊടുത്തു, എന്ത് എന്ന ചോദ്യത്തിന് പ്ലേ എന്ന് കൊടുത്തു. പ്ലേ എന്ന് മാത്രമല്ല പ്ലേസ് എന്ന് കൊടുത്തു. കാരണം എസ് ചേർക്കാൻ കാരണം ആര് എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിൽ നമ്മൾ ഹി എന്ന സിംഗുലാർ വെർബിനെയാണ് എഴുതിയത്. അതായത് സബ്ജക്റ്റ് ആയിട്ട് വന്നത് സിംഗുലാർ വെർബാണ്, സിംഗുലാർ ആയിട്ട് വാക്കാണ്. അതുകൊണ്ട് തന്നെ സബ്ജക്റ്റിന് സിംഗുലാർ വന്നാൽ അതിനുശേഷം വരുന്ന ഈ വെർബിന്റെ അകത്ത് നമ്മൾ ഒരു എസ് കൊടുക്കണമെന്ന് കൊണ്ടാണ് ഹി പ്ലേസ് എന്ന് എഴുതി കഴിഞ്ഞത്. ഹി പ്ലേസ് എന്തിനെ ചെയ്യുന്നു? ക്രിക്കറ്റിനെ കളിക്കുന്നു. ഹി പ്ലേസ് ക്രിക്കറ്റ് എപ്പോൾ കളിക്കുന്നു? എല്ലാ ദിവസവും കളിക്കുന്നു. ഹി പ്ലേസ് ക്രിക്കറ്റ് എവറി ഡേ എന്ന് നമ്മൾ എഴുതിയപ്പോൾ ആ വാചകം അവിടെ പൂർത്തിയായി. ഇനി അടുത്ത ക്ലാസ്സിൽ ഇതുപോലെ കുറെ വാചകങ്ങൾ നിർമ്മിച്ച് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ.